കോഴിയിറച്ചിയിലും രസമുള്ളത് ഈ ചമ്മന്തി തന്നെയാണ്. കോഴിയിറച്ചിയും രസമുള്ള ചമ്മന്തിയാണ്. എനിക്ക് ഇങ്ങനത്തെ ചമ്മന്തി കഴിച്ചാൽ കുടിക്കാനായിട്ട് രസം. അടച്ചോളൂ ഗേറ്റ്. ബാ ഗ്രീസ് പോയോ? അമ്മേ ഇതിൻ്റെ ഉള്ളിൽ സ്പിന്ന് ചെയ്യണ സമയത്ത് എൻ്റെ ഡ്രമ്മ് കിടന്ന് ഇങ്ങനെ കട്ട 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 കടാന്ന് അടിക്കണ ശബ്ദം കേൾക്കണം. വാഷിംഗ് മെഷീൻ കുലുങ്ങണ്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അനങ്ങില്ല നിന്നോട്. അല്ല അങ്ങനെയൊന്നല്ല, ഞാൻ മാക്സിമം അവനെ ഞാൻ എടുത്ത് നോക്കാൻ ഉറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ എൻ്റെ അടുത്ത് ഉറങ്ങണല്ല. അവൻ അമ്മയുടെ അടുത്ത് അമ്മ മതി അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ എന്നിട്ട് ചെയ്യണേ. ഗുഡ് മോർണിംഗ്. അപ്പൊ അതെ നല്ല മഞ്ഞുള്ള ഒരു ദിവസത്തെ രാവിലേക്ക്. എപ്പോ അത് മഞ്ഞുവെള്ളായിരിക്കും ശരിക്കും. മഴ പെയ്തായിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്നിട്ട് അതിന് ഇടി കുടുങ്ങിയിരുന്നു കേട്ടോ. ഒരു പെട്ടെന്നൊരു ഇടി കുടുങ്ങലിന്റെ സൗണ്ട് കേട്ടിരുന്നു ഇന്നലെ രാത്രി. എപ്പോഴും അവരോടെ വാ മുടിയൊക്കെ കൊമ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട്. കണ്ടോ? പോയി ചെന്ന് കണ്ടു. അത് അവിടെ തന്നെ ഉണ്ടായി. എല്ലാരും ഇവിടെ ഉണ്ടായി. ഞാൻ വന്നിട്ട് കാണിച്ചു തരാട്ടോ. ഞാൻ എനിക്ക് വേണം വീട്. നീ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലേ? ഇറക്കിയത് കാണിച്ചിരുന്നു. ഞാൻ വന്നിട്ട് പരിചയപ്പെടുത്തി തരാട്ടാ എൻ്റെ പുതിയ ചെടികളെ. ഞങ്ങൾക്ക് ഒന്ന് പാളയംപറമ്പ് വരെ പോകേണ്ട ആവശ്യമുണ്ട്. വായോ വേമോ താക്കൂൽ വണ്ടിയുമുണ്ട്. പാളയംപറമ്പ് അവിടെ ഇല്ലെങ്കിൽ ആശുപത്രിക്ക് പോവാം. അവിടെ ഉണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് പോവാം. ഭയങ്കര സൂത്രകാരിയാ. നല്ല വണ്ടിയുമ്മ താക്കോലെടുത്ത് വയ്ക്കാൻ മറന്നുപോയി. എന്താണാവോ ഓർമ്മക്കുറവൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്. ക്രീസ് കയറ്റി ഓർക്കണം കേട്ടോ. അപ്പൊ വരുമേ. ഓക്കെ. ഏതപ്പയോ? നിനക്ക് എത്ര അപ്പിയുണ്ട്? അപ്പൊ അങ്ങോട്ട് വരുമ്പോ നീ അവിടെ കയറ്റി ഓർക്കണം. അല്ല അങ്ങോട്ട് പോവുമേ. ഹെൽമെറ്റോ? എന്താ മഴ പെയ്തിട്ടാണ്ട വെള്ളം ഒരു നനവ്. ബായ്. ആ മുടി കെട്ടി വെച്ചാണ് ഞാൻ പിന്നെ എടുക്കാണ്ടിരുന്നാ. സന്തോഷായി അവൾക്ക്. ബൈ. അവിടെ നേരെ ആശുപത്രിക്ക് വന്നു കേട്ടോ. പാളയംപറമ്പ് എത്തിയപ്പോൾ ഗ്രേസിന് ഒരേ ഒരു നിർബന്ധം ആശുപത്രിയാണ്. അങ്ങനെ ഞങ്ങൾ അഷ്ടമിച്ചറ എത്തി. MCP. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ ഞാൻ ചെടികൾ കാണിച്ചു തരാൻ പറഞ്ഞില്ലേ. ഇത് ഞാനന്ന് മറ്റേ ആബിയ ഗാർഡനിൽ അന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇക്കോണമീഡിയയിൽ. അപ്പോൾ അവിടെ അതേ കഴിഞ്ഞ ദിവസം ഞാൻ പോയി മേടിച്ചിട്ട് വന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ പേര് എന്തോ പേര് ശരിക്കും പറഞ്ഞെങ്കിൽ മറന്നു. എന്തോ ഒരു വൈറ്റാണ് കേട്ടോ. കറക്റ്റ് പേരൊന്നും എനിക്ക് പറയാറില്ല. കാരണം ഇത് എല്ലാത്തിനും ഞാൻ പേര് എഴുതി മേടിച്ചു അവരുടെ നിന്ന്. ഇതും എഴുതിയിട്ടുണ്ട്. ബ്യൂട്ടി വൈറ്റ് ആണ് ഇതിൻ്റെ പേര്. ഇത് മൊണാലിസ ഇപ്പോൾ ഭയങ്കര വൈറൽ ആളാണല്ലോ. ഇതാണ് മൊണാലിസ. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ. ഇത് പൂനെ വൈറ്റ് ഉണ്ടോ? ഇത് കാണുമ്പോൾ രസമല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് പൂനെ വൈറ്റ്. ഇത് 500 രൂപയുടെ ചെടിയാണ് ഈ വലുത്. ബാക്കിയുള്ളതൊക്കെ 350, 250, 100, 180 അങ്ങനെയൊക്കെയാണ്. അവിടെ ഇരിക്കണ്ടല്ലോ ഇരിക്കുന്നതൊക്കെ 130 രൂപയുടെയാണ്. ഇത് നോർമൽ വെറൈറ്റി നമ്മുടെ നാടൻ ബൊഗൻവില്ലകൾ. പക്ഷേ ഇതിന്മേൽ ഇഷ്ടംപോലെ പൂവുണ്ട്. ഇതിലൊരു ഡബിൾ കളറൊക്കെ ഉണ്ട്. കണ്ടോ 2 കളറായിട്ട് വരണേ. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ കിട്ടി. ഞാൻ അത് മേടിക്കാനാണ് പോയത്. പിന്നെ ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ കൂടെ ഇങ്ങനത്തെ എങ്ങനെ മേടിച്ചു എന്നുള്ളൂ. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല കളറായിട്ട് തോന്നി.
ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ വലിയ ഒരു ഇതില്ല. എനിക്ക് ആ വെള്ളയും അതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് നന്നായിട്ട് പിടിച്ച് പൂവൊക്കെ ഉണ്ടാവണമെങ്കിൽ അപ്പം കാണിക്കാം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഞാൻ എത്ര ചെടി മേടിച്ച് വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം കൊഴിഞ്ഞു പോയി എന്തോ പോലെ ആയിപ്പോവും. എൻ്റെ നോട്ടത്തിൻ്റെ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് ഞാനത് അങ്ങനെ വെച്ചേക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇവിടെ പൂവുണ്ടായേക്കണ കണ്ടാ മാവിൻ്റെ മുകളിൽ എന്ത് രസമാണെന്ന് നോക്കി. ഇത് മാത്രമല്ല കേട്ടോ, അവിടെ മുകളിലും ഉണ്ട്. അവിടെയും കൊല കുത്തി ഉണ്ടായി കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലേക്കാണ് മാവുണ്ടോ. വീടിൻ്റെ മീൻസ് അപ്പുറത്തെ പറമ്പിലാണ്. പക്ഷേ ഇവിടേക്കാണ് ചാഞ്ഞ് നിൽക്കണത്. ഞങ്ങളുടെ വഴിയിലേക്ക്, ഈ വഴിയിലേക്കാണ് നിൽക്കണേ. നമ്മുടെ ഫ്രണ്ടിലേക്കാണ് ആ പച്ചച്ചെടിയുടെ പീസുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചുറ്റും മതിലിൻ്റെ ചുറ്റും കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കട്ടെ ആദ്യം. ഇല്ലേ, മഴ പെയ്യുമ്പോഴും വെള്ളം വീഴുമ്പോഴേക്ക് ഇത് ചെളി തെറിക്കണം മതിലുമേക്ക്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ വന്നാൽ ആ ചെളി ഇറക്കിൽ അതോടുകൂടി നിൽക്കും രണ്ട് സൈഡിൽ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൊഗൻവില്ലയാണ് കേട്ടോ. ഇതെന്തോ ഒരു ലൈറ്റ് ഗ്ലോറി അങ്ങനെ എന്താ പേരും തോന്നും. എനിക്ക് കറക്റ്റ് പേരല്ലോ, പക്ഷേ എല്ലാത്തിനും പേര് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൂക്കളൊക്കെ ഒരു പ്രത്യേക ലുക്കാണ്. ഇലേനേക്കാളും കൂടുതൽ പൂവായിട്ട് നിൽക്കുന്നത്. അകത്തുള്ള ചെടികൾ നനയ്ക്കാൻ നേരില്ല. എന്നിട്ട് ചേട്ടാ ഈ പുറത്തൊക്കെ കൊണ്ടുവച്ച് ഒരു സന്തോഷം. ഒരു പൈപ്പ് ഇച്ചിരി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നേരം കിട്ടിയില്ല. ഇന്നലെ ഇവിടെ ഒരെണ്ണം ഇങ്ങനെ നീങ്ങി കിടക്കണ്ടായിരുന്നു. കുത്തിയായിരുന്നു. എന്റെ കാലുകൊണ്ട് നീങ്ങിയതാ. ഞാൻ കുത്തി വെച്ചു. പറിച്ചല്ല എന്റെ കാല്. അല്ല ഇത് ഈ കുഞ്ഞിത് വെള്ളം കൂടിയതിന്റെ അപ്പുറത്തെ ഇത് അത് എനിക്കറിയില്ല. തണ്ടിന്റെ അപ്പുറത്തെ ഗ്രേസിന്റെ സ്കൂൾ ബസ് വന്നപ്പോ എന്റെ കാല് കൊണ്ട് അതങ്ങനെ ഇതായതാ. പക്ഷെ ഇന്നലെ വൈകുന്നേരം നനച്ചതാണല്ലോ. രാവിലെ നനച്ചേ ആണോ? നനവുണ്ട് എന്നാലും. ഇത് അത്യാവശ്യം ഈ നനവ് ഇന്നലത്തെ മഴയുടെ ആയിരിക്കും. ഇതിനോട് രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എൻ്റെ ദിനോസറായിട്ട് നിൽക്കുന്നുണ്ട്. അമ്മേ, ഡൈനസോറിന്റെ ടീഷർട്ടാണ് ഇട്ടിട്ടാണ് ഇവന് ആൾ ഡൈനസോറായി മാറും. ഡൈനസോർ എവിടെയാ? കശില ഡ്രസ്സില് ഡൈനസോർ ഇങ്ങോട്ട് വന്നേ. ശിവ ഉറക്കത്തിൽ നിന്ന് എൻ്റെ ഉള്ള വാണി കാണുന്നേ. ഇവിടെ രാവിലത്തെ കഞ്ഞിക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇച്ചിരി ഉപ്പും ഒരു മാങ്കഷ്ണവും 2 ഉള്ളിയും 4 ഉള്ളി. മുറിഞ്ഞിട്ട് പോലില്ല. ഇറങ്ങോ അമ്മ. ഓഹ്, എന്തൊരു മണവനടിയേ. അമ്മ കടാക്ഷം കേട്ടു. ആ മുളക് പിടിച്ച മാങ്ങ. നല്ലൊരുവോളം മുളകാണ് പ്രാവശ്യം. മിഡു എന്നൊരു പുതിയൊരു അറിവ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പറയൂ. ഈ മിക്സി ഓൺ ആക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ ഓണാക്കി ഇൻകേസ് നമ്മൾ ഓഫ് ചെയ്യാണ്ട് ഓൺ ആക്കിട്ടൊന്ന് വിചാരിക്കും. ഇപ്പൊ ഓൺ മോഡിൽ കിടക്കണം. ഞാൻ ഈ സ്വിച്ച് ഓഫ് ചെയ്തു. സ്വിച്ച് ഓൺ ആക്കി. വീണ്ടും ഓണായി. ഓൺ ആവുമ്പോ വർക്ക് ചെയ്യില്ല. തിരിച്ച് വർക്ക് ചെയ്യില്ല. തിരിച്ചതിന്റെ ഓഫ് പൊസിഷനിൽ എത്തിച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യില്ല. വീണ്ടും ഓഫ് ചെയ്യണം. എന്നിട്ട് ഓഫ് ആക്കി ഇട്ടിട്ട് ഓൺ ആക്കണം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആയിരിക്കാം. ഇന്റലിജന്റ്. ഞാൻ കണ്ടുപിടിച്ചല്ലോ. നമ്മുടെ പച്ചമുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ എല്ലാവർക്കും കൂടെ കഞ്ഞിയാണ് കേട്ടോ. ഇത് സ്റ്റീവിന്റെ കഞ്ഞി. സ്പൂണുള്ളതിന്റെ. ഗ്രേസിന്റെ കഞ്ഞി. പൊരിക്കണോ? ഇത് അമ്മയുടെ കഞ്ഞി. ഈ ഹോട്ടൽ പാത്രം. ഇതൊക്കെ ഇങ്ങനത്തെ പാത്രമാണ് എല്ലാവർക്കും ഇഷ്ടം.
ഇത്രയുമാണ് ചമ്മന്തി. അമ്മയ്ക്ക് എടുത്തോട്ടെ. ഒരു വെളിച്ചെണ്ണ ഒഴിക്കണല്ലോ. ഓ ഇരിക്കാൻ ഒഴിച്ചല്ലോ നീലാനും. ഇത് നമ്മുടെ അവിടുത്തെ കോഴികളുടെ അതെ ആദ്യത്തെ മുട്ടകളുണ്ട്. ആദ്യത്തെ മുട്ട വെച്ചാൽ 2 കോഴി മുട്ടയിടുന്നുള്ളൂ. അന്ന് ഞാൻ കാണിച്ചിരുന്നില്ലേ. അപ്പം കുഞ്ഞു മുട്ട, അതായത് കുഞ്ഞിന്ന് ഭയങ്കര കുഞ്ഞു മുട്ടയാണ്. ആ മുട്ടയാണ് ഇപ്പം ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സ്റ്റീവോടെ ബോളം നേരെ കിടക്കണ്ടപ്പോ എന്തൊരു വൃത്തിയുണ്ടായിരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് റിക്വസ്റ്റ് ചെയ്ത മെയിൻ സാധനം കഞ്ഞിയും പച്ചമുളക് ചമ്മന്തി. അത് വേറെ എന്ത് കറി കൊടുത്താലും അമ്മ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ നോക്കിയില്ല. പച്ചമുളക് ചമ്മന്തി കിട്ടണം. ഈ സാധനം കണ്ട അമ്മയ്ക്ക് സന്തോഷമായി. എത്ര കൊടുത്താൽ മതിയാ? നല്ല എരിവാണ്. കഞ്ഞി കിട്ടോ ക്ഷമ കുടിക്കില്ല. സൂപ്പർ പച്ചമുളക് കണ്ട ഇപ്രാവശ്യത്തെ. ഇപ്രാവശ്യം കടയിൽ നിന്ന് കിട്ടിയ പച്ചമുളക് കണ്ടത് നോക്കിയാൻ നല്ല എരിവ് വെച്ചാൽ നല്ല എരിവുള്ള പച്ചമുളക്. മൂക്കാത്ത പച്ചമുളക് ഉണ്ട്, പക്ഷെ അതിനും ഭയങ്കര എരിവാണ്. സൂപ്പർ പച്ചമുളക്. ഇതിൻ്റെയൊക്കെ ഷേപ്പ് എന്താ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ വെറൈറ്റി ഷേപ്പിലുള്ള പച്ചമുളകുമാണ്. നമ്മൾ അതുപോലെ തന്നെ നല്ല എരിവും. നമ്മുടെ വാഷിംഗ് മെഷീൻ അങ്ങനെ അതെ കുറേ നാൾക്ക് ശേഷം വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ടാണ്. മേടിച്ച് ഒരു 5-6 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം കംപ്ലൈൻ്റ് ആയിരുന്നു. അതെന്താ വെച്ചാൽ നമ്മൾ മറ്റേ സോപ്പ് പൗഡറിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ 100 രൂപയ്ക്ക് 5 കിലോ അങ്ങനെ കിട്ടുന്ന സോപ്പ് പൗഡർ, അത് മേടിച്ചാൽ ഇടയ്ക്ക് മിടുവിനൊരു ഉപയോഗം ഉണ്ടായിരുന്നു. മിടുവിന് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളിലിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. മിടുവിൻ്റെ അമ്മ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ആ പൗഡർ അല്ലെങ്കിൽ കടയിൽ നിന്ന് അതേപോലെ 5 കിലോൻ്റെ ഒക്കെ ആയിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഡ്രമ്മ് ഒടിഞ്ഞു. ഡ്രമ്മിൻ്റെ ആ ഒരു ഷാഫ്റ്റ് ഒടിഞ്ഞിരുന്നു. പച്ചമുളക് എന്ത് എന്നിട്ടേ വായിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് ഒടിഞ്ഞിരുന്നു. അപ്പോൾ അവർ വന്ന് നോക്കി അവരത് വാറണ്ടിയിൽ തന്നെ അത് ശരിയാക്കി തന്നിരുന്നു. വേറെ പൈസ ഒന്നും മേടിച്ചില്ലല്ലോ ഇവിടെ അന്ന്. എൻ്റെ ഫ്രണ്ടിലത്തെ ബുഷൊക്കെ പോയി എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ പറ്റിയിരുന്നു അങ്ങനെ കിടന്ന് കറങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി തന്നിരുന്നു. പക്ഷെ ഇപ്പോൾ വാറണ്ടി പീരീഡൊക്കെ കഴിഞ്ഞു. 3 വർഷമായിരുന്നു വാറണ്ടി. 2020 മേടിച്ചതാണ്. അപ്പോൾ വാറണ്ടിയൊക്കെ കഴിഞ്ഞാണ് കുട്ടപ്പൻ കിടക്കുന്നത്. സാംസങ് ഉണ്ടോ ബ്രാൻഡ്, നല്ല വാഷിംഗ് മെഷീനാണ്. ഇതുവരെയായിട്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം നമ്മൾ ഫുൾ മറ്റേ ലിക്വിഡാണ് ഉപയോഗിക്കാറ്. ഇത് മറ്റേ സർഫ് എക്സൽ മാറ്റിക് ഫ്രണ്ട് ലോഡ് എന്ന് പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഇതേ ഉജാലയുടെ ഫ്രണ്ട് ലോഡ്, അങ്ങനത്തെ സാധനം ഇപ്പം പിന്നീട് ഫുൾ ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ ഇത് ഏരിയയിൽ എല്ലാം ഫ്രണ്ട് ലോഡ് ആ ലിക്വിഡ് ടൈപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിനുശേഷം വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല വാഷിംഗ് മെഷീനാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഇതിൻ്റെ ഉള്ളിൽ സ്പിന്ന് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡ്രമ്മ് കിടന്ന് ഇങ്ങനെ കടകടാന്ന് അടിക്കുന്ന ശബ്ദം കേൾക്കണം. വാഷിംഗ് മെഷീൻ കുലുങ്ങണ്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അനങ്ങില്ല നിന്നോർത്തുന്നു. ഇത് വാഷിംഗ് മെഷീൻ കുലുങ്ങി നീങ്ങി തുടങ്ങി എന്തൊക്കെയോ ഒരു പന്തികേട് ഫീൽ ചെയ്യണം. അപ്പം ഇവനിപ്പോൾ സർവീസ് കംപ്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് തുരുമ്പ് പിടിച്ച് തുടങ്ങി. നല്ല റെഫ്യൂസ് ഉണ്ടാവും. ഡെയിലി നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡെയിലി 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും ദിവസം കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ട് എന്താണ്. അപ്പോൾ അതിൽ കംപ്ലൈൻറ്റ് ആയാലും എനിക്ക് അങ്ങനെ വിഷമം തോന്നുന്നില്ല. പക്ഷെ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് ഒരു ഡ്രമ്മിൻ്റെ ഇനി എന്തെങ്കിലും പ്രശ്നം പറ്റിയേക്കുന്നതാണോ അല്ലെങ്കിൽ ലൂസായതാണോ ഒന്നും അറിയില്ല. അപ്പോൾ അവർ പോയി കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്ന് അറിയില്ല. എന്തായാലും ഇച്ചിരി കഴിയുമ്പോൾ വരുന്നു പറഞ്ഞിട്ടുണ്ട് സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിൽ നിന്ന്. സെലീനാമ ഇവിടെ അതെ നമ്മുടെ സൂപ്പർ ചമ്മന്തിയും കൂട്ടി കഞ്ഞി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ചമ്മന്തി? നല്ല ചമ്മന്തിയാണ്. ഇതിലും കോഴിയിറച്ചിയിലും രസമുള്ളത് ഈ ചമ്മന്തി തന്നെയാണ്. കോഴിയിറച്ചിയും രസമുള്ള ചമ്മന്തിയാണ്. എനിക്ക് ഇങ്ങനത്തെ ചമ്മന്തി കിട്ടിയാൽ കുടിക്കാനായിട്ട് രസം സൂപ്പറാണ്. സുഖം സൂപ്പർ തന്നെയാണ്. ആ ഇഷ്ടം തന്നെയാണ് എനിക്കും കിട്ടിയേക്കണേ. നല്ലതാണ്. ഓ ഇത് സാധനത്തിലുണ്ടല്ലോ ഒരു തുള്ളി ഇങ്ങനെ എടുത്ത് വായിലേക്ക് വെച്ചിട്ട് കഞ്ഞിയൊരു കോരി വായിലേക്ക് ഇട്ടാൽ അടിപൊളിയാ, സംതൃപ്തിയാണ്. ആൾക്കാരോടൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷത്തൊക്കെ ചോദിക്കും. കുറെ ദിവസമായില്ലേ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? കുറേ നാളായി, കുറേ ദിവസങ്ങളായി. വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും സുഖമായിരിക്കണോ? എനിക്ക് വയ്യായിരുന്നു. ഞാനിപ്പോൾ നോക്കിയേ വന്നുള്ളൂ.
അത് ശരി തന്നെ. ഒന്ന് വയ്യായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്ന് ഉഷാറായി വന്നുകൊണ്ടിരിക്കണ. ഹലോ, ആ ഡൈനസോർ എത്തി. അമ്മ അങ്ങോട്ട് ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഗുളികകളും ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു. വലിയ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ചെറുതായിട്ടൊരു ഓർമ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില നേരത്ത്. അത് ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണേ ഉള്ളൂ. ചില നേരത്തൊരു ഓർമ്മ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ മിടുവിനെ ദീ മരമാക്കറി അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ട് കിടക്കും. അമ്മ വേണം അമ്മ വേണമെന്ന് പറഞ്ഞ് കറണ്ടുകൊണ്ടിരിക്കും. നീ സന്തോഷവതി അല്ലേടിയല് നീ? സാരില്ല, ഒക്കെ ശരിയായിക്കോളും അല്ലേ ഗ്രേസ്? രണ്ടുപേർക്ക് ഒരേ ഡ്രസ്സാ? ഇവനിവിടെ കിടന്ന് ഏത് നേരം ഭയങ്കര വാശി സ്റ്റീവിന്. അപ്പം അത് കാരണം മിടുവിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവനാണ് എൻ്റെ അടുത്തേക്ക് തന്നെ അധികം അടുക്കൂല. അവന് അമ്മേനെ മതി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു കാര്യമാണത്. കൂടുതൽ എൻ്റെ അടുത്തേക്ക് അടുക്കാൻ വന്ന പിന്നെ ഞാൻ തന്നെ എൻ്റെ എടുത്തോണ്ട് നടക്കണ്ട. അതെ, എനിക്ക് സന്തോഷമാണ്. എന്നാലും അവളുടെ അടുത്ത് മാറാണ്ടാകുമ്പോൾ ഒരു വിഷമമുണ്ട്. അല്ല, അങ്ങനെയൊന്നല്ല. ഞാൻ മാക്സിമം അവനെ ഞാൻ എടുത്ത് നോക്കാൻ ഉറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ എൻ്റെ അടുത്ത് ഉറങ്ങണല്ല. അവൻ അമ്മേടെ അടുത്ത് അമ്മ മതി അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ എന്നിട്ട് ചെയ്യണേ അല്ലേ സ്റ്റീവേ? നീ എന്നെ പേടിപ്പിച്ചില്ലേ നേരത്തെ? നീ നേരത്തെ നീ എന്നെ അമ്മമ്മേടെ അടുത്ത് നിന്ന് എന്നെ അടുത്ത് അമ്മേ അമ്മേ അയ്യോ എല്ലാവരും ബ്ലാക്ക് മയാണല്ലോ. അമ്മേ ദേ പുറത്തേറാൻ പിന്നെ. ഇനിയിപ്പോ നിങ്ങള് പോകുമ്പോ അവൻ കിടന്ന് കരയും ചേട്ടാ. ഞങ്ങൾ ഇനി നേരെ നമ്മുടെ ഫാം ഹൗസിലേക്ക്. പിന്നെ നീ ഒച്ചെടുക്കുവായിരുന്നു? ഒന്നും പറയണ്ട. ടാറ്റാ. സപ്പരോടെ വന്നുണ്ടോ? അണി മുന്നിൽ വെക്കണം. പറ്റോ? ബാഗിലിരിക്കാൻ പറ്റില്ല. അപ്പ പറഞ്ഞിട്ടില്ല, അമ്മയാണ് പറഞ്ഞത്. ഇത് നമ്മുടെ സോണിയുടെ ക്യാമറയുടെ സ്റ്റാൻഡാണ്. ഇതിപ്പോൾ ഒരു ഞാൻ മറന്നു പോയി മിടു. ഇത് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കണേ. മിടുവിൻ്റെ ഒരു ക്യാമറ കറിയിൽ വീണ് നശിച്ച കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് ഒരു 4-5 വർഷം മുമ്പ് തോന്നല്ലേ? 2 വർഷമൊന്നുമല്ല, വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പല്ലേ? എന്നിട്ടായാലും ഒരു ക്യാമറ ZV-E1 അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു ZV-1 അതൊരു ക്യാമറ അതിൻ്റെ കൂടെ മേടിച്ച സ്റ്റാൻഡാണിത്. ഇത് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ കറിയിൽ വീണ് നശിച്ചു പോയി. അതെന്താ സർവീസ് ചെയ്യണമെങ്കിൽ 25,000-30,000 രൂപ വേണമെന്നുണ്ട്. ക്യാമറയ്ക്ക് ആ കൂടി 50,000 രൂപ ഉണ്ടായുള്ളൂ. അപ്പോൾ അവിടെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. ആ പറഞ്ഞോ. നീ ജനിച്ചതിന് ശേഷമുള്ള വീണത്? ആ, നിന് ഗ്രേസിന് 1 വയസ്സാണ്ടുള്ളപ്പോൾ വീണത്. ഓ, ആ വീഡിയോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ അപ്പോൾ കാണിച്ചു തരാം. മമ്മി ചൊറിയാമ്പുഴു അല്ല, ഇതേ മാവിൻ്റെ പശ വീഴുന്നതാ. ഈ പശ വീണ സ്ഥലത്തുണ്ടല്ലോ പെയിന്റ് അടക്കാണ്ട് പോകണ്ട. ശരിക്കും പറഞ്ഞോ ഇത് കണ്ട കൈമൊക്കെ ആകെ ഒട്ടും. കാറുമ്പോൾ 1-2 സ്ഥലത്ത് വീണിട്ട് അവിടുത്തെ പെയിന്റ് ആകെ അങ്ങോട്ട് കറുത്ത കളർ പോലെ. ഇത് കണ്ടോ, ഞാനോ മതി പൂലാന്ന് എന്തോരം കുറച്ചിട്ട് മതി. അല്ല പോളിഷ് ചെയ്യുമ്പോൾ പോവുള്ളൂ. ഇത് ഇവിടെയും വീണിട്ടുണ്ട്. അപ്പോൾ 1-2 സ്ഥലത്ത് അങ്ങനെ വീണിട്ടുണ്ട്. ആ വീണത് അവിടെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ശിവേ ടാറ്റാ. ഓഹോ ഹൂ. വാ മോളെ. അടച്ചോളൂ ഗേറ്റ്. ബാ ഗ്രീസ് പോയോ? താങ്ക് യു. ബൈ ബൈ.
അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫാം ഹൗസിലേക്ക് എത്തിയിട്ടാണ്. അപ്പം നമ്മുടെ ഫാം ഹൗസിൻ്റെ പുതിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ വീടിൻ്റെ മുകളിലേക്ക് ബൊഗൈൻവില്ല കയറ്റിയിട്ടുണ്ട്. അവിടെ പൂ ഉണ്ടാവാണ്ട് നിന്ന് ബൊഗൈൻവില്ലേനെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഞാൻ മുകളിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ക്രീസ് വന്ന വഴിക്ക് ലൈസൊക്കെ മേടിച്ച് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. നമ്മുടെ പ്ലാവുമ്മതേ ചക്ക അവിടെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇടിയൻ ചക്ക പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല, ആവണുള്ളൂ. രണ്ട് മുട്ട. അപ്പം അവിടെ കുറേ ആൾക്കാർ ഇത് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ സെക്ഷൻ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിമുട്ട 2 കോടിയും കിട്ടി കേട്ടോ. അപ്പോൾ ഇന്ന് 4 കോഴികളിപ്പോൾ മുട്ടയിട്ടിട്ടുണ്ട്. 4 അല്ല 3 ഒരു മുട്ടയിൽ ഉണ്ടായതാണ്. ഇന്ന് 3 പേര് മുട്ടയിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇനി മുട്ടയിടണം. അങ്ങനെ കൂടി വരണം. ചക്കത് അവിടെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വലുതാവുമ്പോഴേക്കും അതിനെ താഴെ ഇറക്കണം, അല്ലെങ്കിൽ നേരെ നമ്മുടെ പട്ടിക്കൂടിൻ്റെ മുകളിൽ വന്ന് വീഴും. അവൻ പേടിക്കും. അപ്പൊ പാടത്ത് പോയി ഇപ്പൊ പറിച്ചു. നീ മുന്നിൽ പോയിരിക്കായിരുന്നില്ലേ? ഇടയ്ക്ക് അപ്പയുടെ കൂടെ ഒക്കെ പാടത്തേക്ക് വരണം. അങ്ങനെ വിളിച്ചോ, നല്ല ഫോട്ടോ. ഇവന് തീറ്റ കൊടുത്താലേ ഇവൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അപ്പൊ അതേ കോഴികൾ അങ്ങനെ തിന്നും. കോഴി ഓടി വരും ഗ്രേസ്. ഇവള് മിടുവിന്റെ പോലെ അതേ സെയിം ക്യാരക്ടർ ഉണ്ട് ഇവളുടെയും. കോഴീനെയും പട്ടീനെയൊക്കെ ഇവൾക്കും ഭയങ്കര പേടി പോലെയാ. നടക്കണുണ്ടോ? എന്തോ ദൂരെ കൂടെ നടക്കണം, അടുത്തേക്ക് പോവില്ല. എങ്ങനെ ചെന്നേ? അപ്പൊ എല്ലാവരും ഇവിടെ തീറ്റയൊക്കെ തിന്നൽ കഴിഞ്ഞ് ഇതേ പുല്ല് തീറ്റ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ പതുക്കനെ ഇവിടുന്ന് സ്ഥലം വിടാണ്. പോവാ എടാ, തിന്നടാ, വാ. നമ്മുടെ ഇവിടെ എന്തേ ബൊഗൈൻവില്ല വെച്ചിട്ടുണ്ട്. സെയിം പൂല്ലേ? സിജി ആന്റിയുടെ വീട്ടിലേക്കാണ് പോലത്തെ. ഇത് തോന്നുന്നു ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് മനസ്സിലാവില്ല. ഇത് മണിമുല്ല, ബൊഗൈൻവില്ല 2-3 കളർ. ഇത് ഒരു മഞ്ഞ പോലത്തെ കളറുണ്ട്. അത് മിണ്ടായിതേ വന്നുള്ളൂ. അതാണ് പൂ. അത് വലുതായി വരും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ വരും. ഇത് ഞാൻ താഴെ ഇരുന്ന ബൊഗൈൻവില്ലൊക്കെ ഞാൻ മുകളിലേക്ക് എടുത്തിട്ട് വന്നു. വെയിൽ കൊണ്ട് ഇതിലേക്ക് ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഈ ചെടിയുടെ ഇത് ഞാൻ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂണ്ടാവും.
ഇത് നമ്മുടെ ഇത് കഴിഞ്ഞതല്ല, ഇതപ്പോൾ പുതിയതായിട്ട് ഇവിടെ നീക്കി കുഴിച്ചിട്ടതാണ്. ഇത് പിടിക്കുമെന്ന് അറിയില്ല. ഇത് ഗാർലിക് വൈൻ തന്നെയാണ് അതിൻ്റെ തൈ. ഇതാണ് നമ്മുടെ പൂവുണ്ടാവാത്ത ബൊഗൈൻവില്ല. ഇനി ഇതുമ്പോൾ പൂവുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ അവിടെ നമ്മുടെ നോർമൽ അവിടെ ഇരുന്നിരുന്നൊരു ബൊഗൈൻവില്ല അതിനും എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. നമുക്ക് ഇനി എല്ലാത്തിനും നനച്ചിട്ട് പോവാം ഗ്രേസേ. ഇന്നതേ മഴയ്ക്ക് ചെറുതായിട്ട് കാര അവിടെ ഇവിടെയൊക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ. വിടു പറയണ്ട, ഇന്നലെ രാത്രി മഴ പെയ്തു. നീ ഒന്നും കേട്ടില്ല? ഒന്നും കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ഫാം ഹൗസിലെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം ഞാനും ഗ്രേസും കൂടിയും ഇവിടുത്തെ നമ്മുടെ അതേ ചെടികളൊക്കെ നനച്ചിട്ടുണ്ട്. ഗ്രേസിന് വെള്ളം എടുത്ത് അപ്പേനെ ഹെൽപ്പ് ചെയ്തത് അല്ലേ? ഇത് നമ്മുടെ അമ്മൂമ്മയുടെ ടി വിക്ക് നമ്മൾ വീഡിയോ ചാനലുകളൊക്കെ കാണാൻ വേണ്ടി മുമ്പ് പിടിപ്പിച്ചിട്ടുണ്ടായത്. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്നല്ല കാണണം എല്ലാവരും. അത് അതിൽ കൂടെ ആയിരുന്നു കൂടി നമുക്ക് അത് LNB എന്ന് പറയും. അത് നമ്മുടെ ടി വിക്ക് ചാനലുകളൊക്കെ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടാനായിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. ഡിഷ് ആൻറ്റിന. സാറ്റലൈറ്റ് ആകാശത്തിരിക്കുന്ന ഒരു സാധനമാണ്. അതിൽ കൂടെയാണ് നമ്മുടെ GPS വർക്ക് ചെയ്യുന്നതും അങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങൾ. നമ്മുടെ ആകാശത്ത് നമുക്ക് കാണാത്ത ദൂരത്ത് അവിടെ സാധനമുണ്ട്. അത് പ്ലാസ്റ്റിക് പോയതോ. വന്ന വഴിക്ക് എന്തായാലും നമ്മുടെ പാനലും കൂടിയും ഒന്ന് കഴുകി വൃത്തിയാക്കി. പെട്ടെന്ന് പൊടി പിടിക്കുന്നു. നല്ല ചില നേരത്തെ ക്വസ്റ്റ്യനുകളൊക്കെ കേൾക്കുമ്പോൾ ആൻസർ മുട്ടിപ്പോവും. അങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെയാ. ബാ സ്ലോവാ. അറിഞ്ഞാണ് മറ്റേ മനോരമയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായത്. ഒരു ഡേറ്റൊക്കെ 2050 എന്നൊക്കെ കൊടുത്തിട്ട്. അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഇതിലേക്കുള്ള ആ ഒരു ഇതങ്ങോട്ട് പോയി. ഇപ്പം ഇത് വായിക്കുന്നത് ഇത് കറക്റ്റായിട്ടുള്ള വാർത്തയാണോ അല്ലയോ ആകെ ഒരു സംശയം പോലെയാണ്. അങ്ങനത്തെ ഒരു ഇത് ഇപ്പോൾ കുറേ നാളായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇവരുടെ ഈ ഫസ്റ്റ് പേജിൽ തന്നെ പരസ്യമായിരിക്കും. അതായത് ഈ ഫസ്റ്റ് പേജ് എന്ന് ഒരു പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പേജൊന്നും ഇപ്പോൾ സാധാരണ പേപ്പറിൻ്റെ മുമ്പിലത്തെ പേജിൽ മെയിൻ ഹെഡിങ് മെയിൻ ന്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് ഇപ്പോൾ. എന്നാലും വായിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. ചാലക്കുടി ട്രാംവേ റോഡിൽ പുറമ്പോക്ക് ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ച ഭാഗം ഇവിടുത്തെ വൈദ്യുത പോസ്റ്റുകൾ ഇനിയും മാറ്റി സ്ഥാപിച്ചിട്ടില്ല. മിടുവിനൊഴിക്കട്ടെ, നിനക്ക് ഒഴിക്കട്ടെ. മിടു അവിടെ ക്ലീനിങ്ങിൽ ബിസിയാണ്. പിന്നെ ചെറുതായിട്ട് ഫുഡ് കൺട്രോളിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ജ്യൂസാണ്. എന്നും മധുരമുള്ള ജ്യൂസ് കുടിച്ചിട്ടേ ഇപ്പം തണ്ണിമത്തം വെറുതെ കഴിക്കുമ്പോൾ നല്ല മധുരമില്ല. പക്ഷെ ജ്യൂസ് അടിച്ചപ്പോൾ മധുരമില്ല. ഞാൻ വെള്ളം ഒഴിച്ചു. 2 കുപ്പി വെള്ളം ഒഴിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ നാച്ചുറൽ ജ്യൂസ്? അപ്പം എന്തിട്ടായാലും ഇത്രയൊക്കെയായിരുന്നു ഇത്ര നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ.